ലഹരി ഉപയോഗിച്ച ശേഷം മോശമായി പെരുമാറിയെന്ന നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസിന്റെ പരാതി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും ഫിലിം ചേംബറിനുമാണ് നടി പരാതി നൽകിയത്. നടിയുടെ വെളിപ്പെടുത്തലിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എക്സൈസും പ്രാഥമിക അന്വേഷണം തുടങ്ങി. നടന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്ന നിലപാടിലാണ് പോലീസ്. സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഷൈൻ ലഹരി ഉപയോഗിച്ചെന്നാണ് നടി വിൻസി അലോഷ്യസിന്റെ പരാതി. നടനിൽ നിന്ന് നേരിട്ടത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള നിലപാട്. കർശന നടപടി വേണമെന്ന് വിൻസി അലോഷ്യസ് 24നോട്. എനിക്ക് സിനിമ സെറ്റിൽ ഈ ഉപയോഗവും മാന്യമായ പെരുമാറ്റവും നിർബന്ധമാവണം. അതൊരു മിനിമം അല്ലേ? മിനിമം ആണെന്ന് വെച്ചാൽ നമുക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. വിൻസിക്കൊപ്പം സൂത്രവാക്യം സിനിമയിൽ അഭിനയിച്ച സഹനടൻ സുഭാഷ് പോണോളിയും ഷൈന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നതായി 24നോട് പറഞ്ഞു. നിൽക്കണോടത്ത് ഇങ്ങനെ ഒക്കെ കാണിച്ച് ഓരോ ഗോഷ്ഠികൾ കാണിക്കുക. നമ്മൾ സാധാരണ മനുഷ്യർ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ കാണിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെൽഫി എടുക്കാൻ വരുന്ന ഒരാളുടെ അടുത്തുനിന്ന് മൊബൈൽ മേടിച്ച് നമ്മൾ മുകളിലിടില്ല, ഇത് വീണ് പൊട്ടിപ്പോകുന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ? അങ്ങനെയില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടുക, ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഓടി കയറുക, ചാടി കയറുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുക, ഇങ്ങനത്തെ പരിപാടികളായിരുന്നു ആൾ ഫുള്ള്. നടിയുടെ വെളിപ്പെടുത്തൽ നിസ്സാരമായി കാണുന്നില്ലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി എക്സൈസ് നടിയിൽ നിന്ന് വിവരങ്ങൾ തേടും. അതേസമയം ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഷൈൻ ലഹരിയുമായി കടന്നു കളഞ്ഞതാണോ എന്ന സംശയ ദൂരീകരണമാണ് ലക്ഷ്യം. ഹോട്ടലിൽ നിന്ന് പോയ ശേഷം താൻ എവിടെയെന്ന് ചോദിക്കുന്നവരെ പരിഹസിച്ച നടൻ ഷൈൻ ടോം ചാക്കോ രംഗത്തെത്തി. ശുചിമുറിയിലേക്ക് ഓടിക്കയറി തിരിച്ചിറങ്ങുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചാണ് പരിഹാസം. ഇതുവരെ കേസെടുത്തിട്ടില്ലെങ്കിലും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിനും എക്സൈസിനും മറുപടി നൽകേണ്ടി വരും. ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ കൂടുതൽ നടപടി നേരിടേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24.